ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്നൊരു ന്യൂ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യാണ്. ഡ്രാമയുടെ പേരാണ് മൈ ഗേൾ ഫ്രണ്ട് ഈസ് ദ മാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രാമയാണ്. ഈ ഡ്രാമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പയ്യനും പെൺകുട്ടിയും ഭയങ്കര ഇഷ്ടത്തിലാണ്. പക്ഷേ പെട്ടെന്നൊരു നാൾ ആ ഒരു പെൺകുട്ടി പയ്യനായിട്ട് മാറുന്നു. അതിനുശേഷം ഉണ്ടാവുന്ന കാര്യങ്ങളും അവൻ ആ പെൺകുട്ടിയായിട്ട് തിരിച്ച് മാറിയോ എന്നുള്ളതെല്ലാം നമ്മളുടെ ഈ ഒരു ഡ്രാമയിലൂടെ നമ്മൾ കാണുന്നത്. പിന്നെ ഗൈസ്, നമ്മളുടെ ഡ്രാമ കോഡിൻ്റെ ഫുൾ എപ്പിസോഡ്സ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, അതിന് കോപ്പിറൈറ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 8 എപ്പിസോഡ്സിൽ 4th എപ്പിസോഡ് ഒഴിച്ച് ബാക്കിയുള്ള 7 നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് ഒരു പയ്യൻ ഒരു കഫേയിൽ ഇരുന്നുകൊണ്ട് അവന്റെ ഫോണിൽ അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ ഫോട്ടോസ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ പയ്യൻ ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, ഇതാണ് നമ്മുടെ ഹീറോ. ഇവൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴയുണ്ട്. ഒരു ആള് ഹുഡിയൊക്കെ ഇട്ട് ഒരു റെഡ് കളർ അംബ്രല്ല പിടിച്ചിട്ട് വരുന്നുണ്ട്. ആളുടെ കയ്യിലാണെങ്കിൽ വലിയൊരു സ്യൂക്കേസും ഉണ്ടായിരിക്കും. അവനാണെങ്കിൽ ഇങ്ങോട്ട് അകത്തോട്ട് വരുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലും നോക്കുന്നുണ്ട്. സമയം കഴിഞ്ഞു, ഇനി അകത്തോട്ട് വരണ്ട, ഞാൻ ക്ലോസ് ചെയ്തു എന്ന് പറയും. എന്നാലും അത് മൈൻഡ് ചെയ്യാതെ ആ വ്യക്തി വീണ്ടും വീണ്ടും അകത്തോട്ട് തന്നെ വരുന്നുണ്ട്. അത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അവൾ കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് വെക്കും. കുറേ പാസ്പോർട്ടുകൾ ലേഡിയുടേതായിരിക്കും വെക്കുക. അപ്പോൾ അവൻ നോക്കുമ്പോൾ ഇതെൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ അല്ലേ, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി, എന്താ എൻ്റെ ഗേൾ ഫ്രണ്ടിന് പറ്റിയത്, അവൾക്ക് വല്ലതും പറ്റിയോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴാണെങ്കിൽ ആ ഒരു ഹുഡി ഇട്ട ആൾ ആ ഒരു ഹുഡി മാറ്റും. എന്നിട്ട് പറയും, ഞാനാ നിൻ്റെ ഗേൾ ഫ്രണ്ടാന്ന്. നമ്മളുടെ ഹീറോയ്ക്കാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഈ ഹീറോയിനാണെങ്കിൽ എന്ത് സുന്ദരിയാ, ഇപ്പോൾ ഒരു ഹാൻസം ആയിട്ടൊരു പയ്യൻ വന്ന് നിൽക്കുന്നു, എന്നിട്ട് അവനാണ് ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നു. നീ എന്താ പ്രാങ്കയാണോ? ഓ, അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയാണോ വന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോ പറയും. പക്ഷെ ആ ഒരു പയ്യനാണെങ്കിലും ഞാൻ തന്നെയാണ് നിൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് പറയും. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഞാനാ നിൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പയ്യനും കരയാൻ തുടങ്ങുന്നുണ്ട്. അവിടെയാണ് നമ്മളുടെ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത സീനിൽ കാണുന്നത് നമ്മുടെ ഹീറോയിൻ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ബുക്കിൻ്റെ പേര് മിറാക്കിൾ ഓഫ് ദ യൂണിവേഴ്സ് എന്നായിരിക്കും. അവളുടെ ആ ഒരു ലവ് സ്റ്റോറി വെച്ചിട്ടൊക്കെ ആയിരിക്കും അവൾ അത് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അതിലാണ് ഹീറോയും തമ്മിലുള്ള ആ ഒരു ലവ് വെച്ചിട്ടുള്ള സ്റ്റോറീസ് ആയിരിക്കും അവൾ പറയുക. അടുത്ത് നമ്മുടെ ഹീറോയെ കാണിക്കുമ്പം അവനാണെങ്കിൽ ഹീറോയിനും അവനുമായിട്ടുള്ള പൊരുത്തം നോക്കുന്ന പോലത്തെ രീതിക്ക് എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് അവളുടെ കുറേ ഫോട്ടോസ് എല്ലാം നോക്കി ഭയങ്കരമായിട്ട് ആ ഒരു അഫെക്ഷൻ കാണിച്ചിട്ടിരിക്കുകയായിരിക്കും. അതിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവൾ പുറത്തിറങ്ങുമ്പം അവിടെ നമ്മുടെ ഹീറോ അവളെ കാണാൻ വേണ്ടി ഓടിയെത്തുന്നുണ്ട്. എന്നിട്ട് നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പം എനിക്ക് നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നല്ലേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അവളെ കണ്ടതും അവൻ ചോദിക്കും, നിനക്ക് എന്താ സുഖമല്ലേ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. അപ്പോൾ അവൾ പറയും ഒന്നുമില്ലാന്ന്. അവൻ നോക്കുമ്പോൾ അവൾ ഹീൽസ് ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക. എന്നിട്ട് അവൻ ഓടിപ്പോയി ഒരു സ്ലിപ്പേഴ്സ് മേടിച്ചുകൊണ്ട് വരും. എന്നിട്ട് പറയും, നീ ഇതിടുന്നു. അവൾ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് തന്നെ ഹീൽസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. പിന്നെ അത് മാത്രമല്ല, ഹീൽസ് ഇട്ടിട്ട് അവളുടെ കാലാണെങ്കിൽ കുറച്ച് മുറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ ബാൻഡേജും വെച്ച് കൊടുക്കും. എന്നിട്ട് അവൾ അങ്ങ് ഹഗ് ചെയ്യുന്നുണ്ട്. അവനാണെങ്കിൽ ഒരുമാതിരിയാവും അവൾ പെട്ടെന്ന് ഹഗ് ചെയ്തപ്പോൾ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും. അപ്പോൾ അവനാണെങ്കിലും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കാൻ പോകും. ആ സമയം ഹീറോയിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൊരുത്തത്തെ പറ്റിയിട്ടുള്ളതെല്ലാം അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളാണെങ്കിലും ഇത്രയൊക്കെ നമുക്ക് പൊരുത്തമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ സംസാരിക്കും. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി ഒരു ട്രിപ്പ് പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ പ്ലാനിൽ ഇവർ പകൽ മൊത്തം ഒന്നിച്ചായിരിക്കും, ആ ഡേ ഫുൾ ഒന്നിച്ചായിരിക്കും എന്നൊക്കെയുള്ള രീതിക്ക് എല്ലാവരും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ട്രിപ്പിന് പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പരസ്പരം പറഞ്ഞ് തീരുമാനം എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിനെ കൊണ്ടുവിടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. ആ സമയം അവർ പരസ്പരം കിസ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടായിരിക്കും അവളുടെ ചേച്ചി വരുന്നത്. ചേച്ചിയെ കണ്ടതും ഇവൾ ഒളിച്ചു നിൽക്കാനൊക്കെ നോക്കുമെങ്കിലും ചേച്ചി ഇത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. ശരി, നിങ്ങളെന്താ അകത്ത് കയറാത്തെ എന്ന് നമ്മുടെ ഹീറോയോട് ചോദിക്കും. അപ്പോഴാണെങ്കിൽ ഹീറോയിനെ അവളെ പെട്ടെന്ന് പറഞ്ഞുവിടാൻ നോക്കുമെങ്കിലും ചേച്ചി വീണ്ടും വീണ്ടും അകത്ത് കയറിയെന്ന് സംസാരിക്കാം, അകത്ത് കയറാൻ വേണ്ടിയിട്ടായിരിക്കും പറയുക. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് ചേച്ചിയും കൂട്ടി വീടിനകത്തോട്ട് പോകും. അതിന് ആ സമയം നമ്മുടെ പയ്യനാണെങ്കിൽ ഓടി വന്നു 2 ചോക്ലേറ്റ് അവളുടെ പോക്കറ്റിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിലും വീട്ടിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യായിരിക്കും. അത് കണ്ടുകൊണ്ടായിരിക്കും അവളുടെ അനിയത്തി വരുന്നത്. നിനക്ക് എന്താ ഡോർ നോക്ക് ചെയ്തിട്ട് അകത്ത് വന്നൂടെ എന്ന് ഹീറോ ചോദിക്കും. അപ്പോൾ പിന്നെ വലിയ ജിമ്മിൻ്റെ റൂമിൽ വരാൻ വേണ്ടി ഞാൻ നോക്ക് ചെയ്തിട്ട് തന്നെ വരാമെന്ന് പറയും. അപ്പോൾ അവനാണെങ്കിലും നീ എന്തിനാ ഈ രാത്രി വർക്കൗട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, പിന്നെ എൻ്റെ ഈ ആംസ് കണ്ടോ, ഞാൻ എന്ത് പവർഫുള്ളാന്ന് നോക്കിക്കേന്ന് പറയും. അപ്പോൾ അവളാണെങ്കിലും അയ്യേ ഇതെന്താ ടോയ്ലറ്റിൽ പോകാനുള്ള എക്സ്പ്രഷൻ ആണല്ലോ നീ ഇട്ടേക്കണേന്ന് പറയും. അവനാണെങ്കിലും നിനക്ക് എങ്ങനെ അറിയാം ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞിട്ട് അവളെ പിറകെ പോകുന്നുണ്ട്. അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ അവൻ്റെ കഫേയിൽ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവിടെ ഒരു ലേഡി ഇരിക്കുന്നത് നമ്മുടെ ഹീറോ ശ്രദ്ധിക്കും. ഇത് നമ്മുടെ ഓണറല്ലേ എന്ന് നമ്മുടെ ഹീറോയ്ക്ക് തോന്നും. ഹീറോ ആണെങ്കിലും അങ്ങോട്ട് പോയി അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയം ആ ഒരു
പെൺകുട്ടിയാണെങ്കിൽ ചോദിക്കും, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോന്ന്? അപ്പോൾ അവനാണെങ്കിലും ഇല്ല എന്ന് പറയും. ഞാൻ ഇവിടുത്തെ ഓണറിൻ്റെ മോളാണെന്ന് പറയും. ഇത് കേട്ടോ അവൻ ഷോക്ക് ആവുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ ഫ്രണ്ടിനെ കാണാൻ പോയിട്ടുണ്ടായിരിക്കും. ആ ഫ്രണ്ടാണെങ്കിൽ ഡെഡ് ലൈനെ പേടിച്ചിട്ട് വീടൊക്കെ മെസ്സാക്കി ഇട്ടിട്ടായിരിക്കും ഒരു അലമാരയ്ക്കകത്ത് കയറിയിരുന്ന് വർക്ക് ചെയ്യുന്നത്. അത് കാണുമ്പോൾ നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കും. എൻ്റെ ഡെഡ് ലൈനൊക്കെ തീർന്നു പോയി, ഇനി ഞാനിത് ചെയ്ത് തീർക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് തന്നെ കരുതുന്ന പണിഷ്മെൻ്റ് ആണെന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും, ശരി ഓക്കെ, ഇവർ തമ്മിൽ ഒന്നിച്ചാണ് കേട്ടോ ആ ഒരു ബുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പറയും, ഞാൻ കുറച്ച് ദിവസം ഉണ്ടാവത്തില്ല, ഞാൻ എൻ്റെ പയ്യൻ്റെ കൂടെ ടൂർ പോവുകയാണ്, അതുകൊണ്ട് തന്നെ എല്ലാം നീ നോക്കിക്കോളണമെന്ന് പറയും. അപ്പോൾ അവളും, ഓ ഡെഡ് ലൈനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, നിനക്കിപ്പോൾ ടൂർ അത്യാവശ്യം എന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയില്ല, അവൻ ആഗ്രഹിക്കുന്നു, അപ്പം ഞാൻ പോയില്ലെങ്കിൽ ശരിയല്ലല്ലോ എന്ന് പറയും. അപ്പം നമ്മുടെ ഫ്രണ്ട് ആണെങ്കിലും ഒരുമാതിരിയൊക്കെ തന്നെ സംസാരിക്കും. എന്നിട്ട് പറയും, സേഫായിട്ടിരുന്നോ എന്ന് പറയും. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ലാപ്ടോപ്പിൽ അവളുടെ ആ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം നമ്മുടെ ഹീറോ കോൾ ചെയ്തിട്ടുണ്ടായിരിക്കും താഴോട്ട് വരാൻ വേണ്ടിയിട്ട്. ഹീറോയിൻ താഴെ പോയി നോക്കുമ്പോൾ ഒരു കാറിലായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. ഇത് ആരുടെ കാറാണെന്ന് ഹീറോയിൻ ചോദിക്കുമ്പം അവൻ പറയുന്നുണ്ട്, ഇതെൻ്റെ ഓണറിൻ്റെ കാറാണെന്ന്. ഓണറിൻ്റെ കാറോ, അതെങ്ങനെ നിനക്ക് തന്നു എന്ന് ചോദിക്കണം. അവൻ പറയും, ഞാൻ നല്ല ഹാർഡ് വർക്കിംഗ് അല്ലേ, അതുകൊണ്ട് തന്നെയാണെന്ന്. അപ്പോൾ ഈ കാറിന് വല്ല സ്ക്രാച്ചോ വല്ലതും വന്നു കഴിഞ്ഞാൽ ആര് നോക്കും എന്ന് ചോദിക്കുമ്പോൾ അവൻ, നീ എന്നെ ഒന്ന് വിശ്വസിക്കുക, എന്നെ ഒന്ന് നീ കാണും, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാനല്ലേ വന്നേന്ന്. അപ്പോൾ പറ, ഈ കാർ എങ്ങനെ നിനക്ക് കിട്ടിയെന്ന് ചോദിക്കും. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ആ ഓണറിൻ്റെ മോൾ വന്ന് നമ്മുടെ ഹീറോയെ കണ്ടിട്ടുണ്ടാവില്ലേ. ആ സമയം പറയാം, ആ പെൺകുട്ടിയുടെ പാരൻസ് ആണെങ്കിൽ ഈ ഒരു ഷോപ്പ് എൻ്റെ പേരിലാക്കി തരണമെങ്കിൽ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്ന് പറയും. അതുകൊണ്ട് തന്നെ എനിക്കൊരു ബോയ് ഫ്രണ്ടിനെ വേണം, നിനക്ക് എൻ്റെ ബോയ് ഫ്രണ്ട് ആകാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറ്റില്ല എന്ന് പറയും. പകരം നമ്മുടെ ഹീറോ എന്ത് ചെയ്യും, വേറൊരു പയ്യൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട്, ഇവൻ നല്ലൊരു പയ്യനാണ്, ഇവൻ നിനക്ക് ബോയ് ഫ്രണ്ട് ആക്കാൻ ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറയും. അപ്പോൾ അവളാണെങ്കിലും ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരിക്കും. ആ ഫോൺ നമ്പർ കൊടുക്കുന്നതിന് പ്രതിഫലമായിട്ടായിരിക്കും ഈ കാർ കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നില്ല. അവൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ല, അവൾ സിംഗിളാണ്, അതുകൊണ്ടാണ് കാർ തന്നതെന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും, ഓ സിംഗിൾ ആണോ, എൻ്റെ ചേച്ചിയെ പോലെ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ, അതെ അതെ ചേച്ചിയും സിംഗിൾ അല്ലേ, എത്രയും പെട്ടെന്ന് അവൾക്ക് ഡേറ്റിംഗ് ചെയ്യണമെന്ന് പറയും. എൻ്റെ ചേച്ചി ഇപ്പോൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, അവളിവിടെ ഇല്ല, അവളിവിടെ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ആണെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കിസ് ചെയ്യാന്ന് പറഞ്ഞ് അടുത്തോട്ട് വരുമ്പോഴേക്കും എവിടെ നിന്നോ ഒരു ശബ്ദം, എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും വീടിനകത്ത് കയറിയൊന്ന് ചെയ്തോളാം. നോക്കുമ്പോൾ ആരാ, നമ്മുടെ ചേച്ചി. ഓ നീ എന്താ അവിടെ ചെയ്യുന്നത്, നീ ഒന്ന് സിഗരറ്റ് വലിക്കുകയാണോ, ഞാൻ പപ്പയെടുത്ത് പറഞ്ഞു കൊടുക്കുന്ന അനിയത്തി പറയുന്നുണ്ട്. അപ്പോൾ അവളും പറയും, സിഗരറ്റ് അല്ല, ഇത് ഞാൻ ചെവി ക്ലീൻ ചെയ്യുന്ന സാധനമാണെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിയാണെങ്കിൽ ചെവിയിലൊക്കെ ഇട്ട് കാട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഹീറോ വീട്ടിൽ വന്ന് ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പാക്ക് ചെയ്യുന്നതാണ്. അവൾക്ക് വേണ്ടി ചെയിനെല്ലാം നമ്മുടെ ഹീറോ കരുതി വെക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതെല്ലാം കഴിഞ്ഞ് അവൾ മാസ്ക് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആവുന്നുണ്ട്. ഹീറോ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അനിയത്തിയും അമ്മയും പപ്പയും എല്ലാം ഇവൻ ടൂറിന് പോകുന്ന കാര്യം, അതായത് അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ പോകുന്നതിനെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. അവന് കഴിവ് വേണം, സ്റ്റാമിന വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര ദേഷ്യമാണ് വരുന്നത്. അവസാനം അവൻ്റെ സഹിക്കിടുമ്പോൾ അവനോട് പാത്രം തല്ലിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഞാൻ എൻ്റെ ഒരു ജോലിയുടെ ആവശ്യമായിട്ടാണ് പോകുന്നതെന്ന്. അടുത്ത് നമ്മൾ കാണുന്നത് ഹീറോയിൻ ഉറക്കം എണീക്കുന്നതാണ്. ഹീറോയിൻ എണീറ്റ് പതുക്കെ ചപ്പലൊക്കെ ഇട്ട് വാഷ്റൂമിലോട്ട് പോയി ആ ഒരു മാസ്ക് എടുത്ത് മാറ്റുമ്പോഴാണ് നമ്മൾ കാണുന്നത് അതൊരു പയ്യനായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഹീറോയിൻ ആണെങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ല, ഞാൻ സ്വപ്നം കാണുന്നതാണോ എന്ന് പറഞ്ഞിട്ട് അവളെ തന്നെ നുള്ളിയൊക്കെ നോക്കും. എന്നിട്ട് അവൾക്ക് ഭയങ്കരമായിട്ട് വേദനിക്കും. അയ്യോ ഇത് സ്വപ്നമാണോ സത്യമാണോ എന്ന് പറഞ്ഞ് അവൾ ഞെട്ടുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ചേച്ചിയാണെങ്കിലും എനിക്ക് അർജൻറ്റാണ്, വാഷ്റൂം പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് വരും. അകത്തോട്ട് വന്ന് അവൾ വാഷ്റൂം യൂസ് ചെയ്യായിരിക്കും. എന്നിട്ട് നിൻ്റെ പൈജാമ ഭയങ്കര ചെറുതായല്ലോ, നീ വേറെ ഇടാത്ത എന്തെങ്കിലും ചോദിക്കും. എന്നിട്ടാണെങ്കിലും അത് എന്താ ഒരു പന്തികേട് പോലെ ചേച്ചിക്ക് തോന്നും. ചേച്ചി ശ്രദ്ധിക്കുമ്പോൾ ചെരുപ്പൊക്കെ കല്ല് ചെറുതായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവൾക്ക് മനസ്സിലാവും ഇതൊരു പയ്യനാണെന്ന്. ചേച്ചിയാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഞാൻ ശരി പോകുന്നെന്ന് പറഞ്ഞ് പോയിട്ട് പതുക്കെ അവിടെ വന്നിട്ട് അവൻ്റെ തലയിലോട്ട് വെള്ളമൊക്കെ കോരി ഒഴിക്കും. നീ ആരാടാ, എത്ര ധൈര്യത്തിലാണ് എൻ്റെ വീട്ടിലോട്ട് കയറിയത്, നീ ആരാടാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവനാണെങ്കിലും പറയും, അയ്യോ ഇത് ഞാനാ, ഞാൻ ഇവിടെ ഹീറോയിനാണ്, എന്നെ അങ്ങനെ ഒന്നും പറയല്ലേ, ഞാനൊരു പയ്യനല്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ കേൾക്കത്തുണ്ടായില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അങ്ങനെ പോയി ചേച്ചിയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. ചേച്ചിക്കാണെങ്കിൽ ആ ഒരു സമയം നമ്മുടെ ഹീറോയിനെ നോക്കുമ്പോൾ ഭയങ്കര ഹാൻഡ്സ് ആയിട്ട് തോന്നും. എന്ന് പറഞ്ഞോണ്ടിങ്ങനെ അന്തം വിട്ട് അവനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭയങ്കര സൗന്ദര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്, ശരി ഞാൻ വിശ്വസിക്കാം, നീ എന്നെ കിസ് ചെയ്യാൻ പറയും. എന്താ ചേച്ചി പറയുന്നത്, ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും, ഒരു ഓർഡിനറി പെൺകൊച്ച് എങ്ങനെ നിന്നെ പോലെ ഇത്ര ഹാൻഡ്സ് ആവുമെന്ന് ചോദിച്ചിട്ട് അവളാണെങ്കിൽ കിസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അവളാണെങ്കിൽ അവൾ ഭയങ്കരമായിട്ട് ഷൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം ഓർമ്മ വരും. അവളുടെ കയ്യിലൊരു ടാറ്റു ഉള്ളത്, അത് ചേച്ചിക്കും അവൾക്ക് ഒരുപോലെ തന്നെ ഉള്ളതാണ്. അപ്പോൾ അവൾ പറയും, ശരി ഇങ്ങോട്ട് നോക്ക്, എൻ്റെ കയ്യിലോട്ട് നോക്കുന്നത്. ഞാൻ നോക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി അങ്ങനെ നിൽക്കും. അപ്പോൾ പറഞ്ഞ്, ഇല്ല നോക്ക്, ഇനി കയ്യിലോട്ട് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ കാണിച്ചു കൊടുക്കും. അതായത് ചേച്ചിയുടെ കയ്യിലുള്ള അതേ ടാറ്റു. അപ്പോഴാണ് ചേച്ചിക്ക് വിശ്വാസം വരുന്നത് ഇത് അനിയത്തിയാണെന്നുള്ള കാര്യം.
എന്നിട്ട് ഹീറോയിൻ പറയും എനിക്ക് ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചേച്ചിയാണ് എന്നൊന്നും ചെയ്യലടാന്ന് പറയും. അതല്ല എനിക്ക് വാഷ്റൂം പോയേ പറ്റുള്ളൂ എന്ന് പറയും. ചേച്ചി കൂടെ വാന്ന് പറയും. എന്തോന്ന് എനിക്ക് പറ്റില്ല എന്ന് പറയും. അതായത് ഹീറോയിൻ ഇപ്പോൾ പയ്യനായിട്ട് ഫസ്റ്റ് ടൈം അല്ലേ, അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ചേച്ചി കൂടെ വാന്ന് പറഞ്ഞിട്ട് ചേച്ചിയെ വലിച്ചുകൊണ്ട് വാഷ്റൂമിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അടുത്ത ദിവസം നമ്മുടെ ഹീറോ ആണെങ്കിൽ പറഞ്ഞ സമയത്തിന് തന്നെ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഹീറോയിനെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചേച്ചിയാണെങ്കിലും ഒരു രീതിയിലും സമ്മതിക്കില്ല. ഇത്രയും നാൾ അകത്ത് വന്ന് സംസാരിക്കാന്ന് പറഞ്ഞ ചേച്ചി അവൾക്ക് വയ്യ, സുഖമില്ല, നീ അകത്ത് വരണ്ടെന്നാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഹീറോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. എനിക്ക് ഭയങ്കര സ്ട്രെസ് ആവുന്നുണ്ട്, നീ ഇപ്പോൾ അവളെ കാണണ്ട, അവൾക്ക് സുഖമില്ല, നീ പൊക്കോ, ഞാൻ നിന്നോട് വിളിക്കാൻ പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ വല്ല വിധേന അവളോടൊന്നും പറഞ്ഞു വിടുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഹീറോയിൻ മുകളിൽ നിന്നുകൊണ്ട് കണ്ടുകൊണ്ട് കരയുന്നുണ്ടായിരിക്കും. ഹീറോയ്ക്കാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാവുന്നുണ്ടാകത്തില്ല. ഹീറോയിൻ്റെ ചേച്ചിയാണെങ്കിലും ഹീറോയ്ക്ക് വേണ്ടിയിട്ട് കുറേ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഇത്രയും നാൾ പെൺകുട്ടിയായിരുന്നു, ഇപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ വേണമല്ലോ, പയ്യനുള്ള ഡ്രസ്സ്, ഇതൊക്കെ നിനക്ക് ആവശ്യം വരുമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പോകും. എന്നിട്ട് ഹീറോയിനാണെങ്കിൽ ഹീറോ അയച്ച മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഹീറോയിനെ ഷൂട്ടിംഗ് സ്റ്റാർ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഹീറോ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. നീ എൻ്റെ കൂടെ വന്നില്ല, സാരമില്ല, ഞാൻ നിനക്ക് വേണ്ടി വീഡിയോ എടുത്ത് അയക്കാമെന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ടായിരിക്കും. ശരി, എനിക്ക് നിന്നെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഹീറോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കും. ഹീറോയിനാണെങ്കിലും ഞാൻ നിന്നെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നുകൊണ്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഹീറോയിനെ ഒരുപാട് കാണാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഹീറോയിന് വേണ്ടിയിട്ടുള്ള തിങ്സ് കൊണ്ട് ഡോറിൻ്റെ അവിടെ വെച്ചിട്ട് പോകും. അതെല്ലാം ചേച്ചി കൊണ്ട് ആ ഹീറോയിനും കൊടുക്കുന്നുമുണ്ട്. പക്ഷേ ഈ ചേച്ചിക്ക് തന്നെ ഒരു മിനിറ്റ് മടുക്കുന്നുണ്ട്. നീ എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാക്കണം, എത്രയും പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പ് ചെയ്യണം, അല്ലാണ്ട് പാവം ആ ചെറുക്കൻ, അവൻ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് പറയും. നീ എല്ലാം അവനോട് തുറന്നു പറയാൻ വേണ്ടിയിട്ട് ചേച്ചി പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിലും എല്ലാം അവനോട് പറയാം, എന്തു വന്നാലും നോക്കാമെന്നുള്ള ധൈര്യത്തിൽ ഇറങ്ങിത്തിരിക്കുന്നതാണ് നമ്മൾ ആദ്യത്തെ സീനിൽ കണ്ടിട്ടുണ്ടാവുക. മുടിയൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടാവില്ലേ. ഇനി അതിൻ്റെ ശേഷമുള്ളതാണ് കാണിക്കുന്നത്. ഹീറോ ആണെങ്കിൽ ഒരു രീതിയിൽ നമ്മുടെ ഹീറോയിനാണ് ആ നിൽക്കുന്നതെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാം. പക്ഷെ ചില സമയങ്ങളിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവൻ ആ ഒരു പയ്യൻ്റെ സ്ഥാനത്ത് അവൻ്റെ ഹീറോയിനെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നീ തിരിച്ചു വന്നോ എന്നുള്ള രീതിയിൽ ഹീറോ ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാവും. പക്ഷെ ആ വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ അത് വീണ്ടും ആ പയ്യനായിട്ട് തന്നെ മാറുന്നുണ്ട്. ഹീറോ നല്ല രീതിയിൽ കൺഫ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, നിനക്ക് എന്നെ വിശ്വാസം വരാൻ വേണ്ടിയിട്ട് നീ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചു, നമ്മൾ തമ്മിലുള്ള പേഴ്സണൽ സ്പേസ്, നമ്മൾ എവിടെയാണ് ലാസ്റ്റ് ടൈം മീറ്റ് ചെയ്തത്, നമ്മൾ എപ്പോഴാണ് ഫസ്റ്റ് മീറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ എല്ലാത്തിനുള്ള ഓരോരോ ആൻസേഴ്സും കൊടുക്കുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ വീണ്ടും ടെൻഷനാവും. നീ എന്താ അവളെ ചെയ്തത്, നീ അവളെ എന്തെങ്കിലും ചെയ്തോ, ശരിക്കും നീ കള്ളം പറയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ എനിക്ക് തന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ തൂക്കി എടുത്തിട്ട് അടിക്കുന്നുണ്ട്. എന്നിട്ട് നീ മര്യാദയ്ക്ക് സത്യം പറയില്ല, ഞാൻ പോലീസിൽ പിടിച്ചു കൊടുക്കുമെന്ന് പറയും. അപ്പോൾ അവനാണെങ്കിൽ നീ പോലീസിലൊക്കെ പിടിച്ചു കൊടുത്തോ, അതിന് മുന്നേ നീ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരാൻ പറയും. എന്നിട്ട് വരുമ്പോൾ നമ്മുടെ ചേച്ചിയുടെയും അവൻ്റെയും കയ്യിലുള്ള ആ ഒരു സിമ്പിളാണ് കാണിക്കുന്നത്. അതായത് ഇത് ഫാമിലിയിലുള്ളതാണ്, എൻ്റെ അമ്മയും ഇതുപോലെ തന്നെയായിരുന്നു, ഒരു സമയം എത്തിയപ്പോൾ ലേഡി ആയിരുന്ന അമ്മ ജെന്നായിട്ട് മാറി, പക്ഷെ അത് കുറച്ചു കാലം കഴിയുമ്പോൾ തിരിച്ച് മാറിക്കോളും എന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിറകെ നമ്മുടെ ഹീറോയിനും പോവും. എന്നിട്ട് പറയും, എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പോൾ ഹീറോ പറയും, ശരി, എനിക്കിതൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, എനിക്ക് കുറച്ച് ടൈം തരാൻ പറയും. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ടൈമൊക്കെ എത്ര വേണമെങ്കിലും എടുത്തോ, പക്ഷേ ഇതാണ് ഇതിൻ്റെ അവസാനം, നമ്മൾ ബ്രേക്കപ്പ് ആണെന്ന് ഒരിക്കലും പറയല്ലേ എന്ന് പറയും. ആ സമയം ഹീറോയിനായിട്ട് തന്നെ നമ്മുടെ ഹീറോയിന് തോന്നുന്നുണ്ട്. എന്നിട്ട് പറയും, എനിക്ക് നീ അല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയും. അത് കാണുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹീറോയിൻ്റെ ഓർമ്മയായിരിക്കും വന്നിട്ടിരിക്കുക. എന്നിട്ട് അവൻ ഭയങ്കര കൺഫ്യൂസ് ആയിട്ടായിരിക്കും തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഹീറോ ആണെങ്കിൽ ബ്ലൈൻഡ് ഡേറ്റിന് വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ അവൻ കാണാൻ വന്ന പെണ്ണിന് പകരം നമ്മുടെ ഹീറോയിനെ ആയിരിക്കും അവൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. രണ്ടുപേർക്കും ഒരേ പേരുമായിരിക്കും. പക്ഷേ പിന്നെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇവളെ കണ്ട സമയത്ത് തന്നെ ഇഷ്ടമായതുകൊണ്ട് ഹീറോ ഇവളെ അങ്ങ് ഓക്കെ പറയുന്നുണ്ട്. പിന്നെ രണ്ടുപേരും ഭയങ്കരമായിട്ട് അവെയറിലാവുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ശരിക്കുള്ള ഡേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പെൺകുട്ടി വരുമെങ്കിലും നമ്മുടെ ഹീറോ അവളെ വേണ്ട, ഈ ഒരു പെൺകുട്ടി മതിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കരമായിട്ട് ഇഷ്ടത്തിലാവുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ഹീറോ ഉറങ്ങിക്കിടക്കായിരിക്കും. ആ സമയം ഒരു കോൾ വരുന്നുണ്ട്. നമ്മുടെ ഹീറോയിനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. എനിക്ക് ഷേവ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് വരാൻ വേണ്ടി പറഞ്ഞു. ഹീറോയ്ക്കാണെങ്കിലും സ്വപ്നമാണോ എന്നുള്ള രീതിയിൽ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ആ ഹീറോയിൻ എന്നുള്ള ഇതിൽ ഞാനങ്ങ് പോവില്ല എന്ന് പറഞ്ഞ് നിൽക്കുമെങ്കിലും നമ്മുടെ ഹീറോ അവളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടായിരിക്കും. കയറണോ അതോ തിരിച്ചു പോയാലോ എന്നെല്ലാം ഹീറോയ്ക്ക് കൺഫ്യൂഷൻ വരും. പക്ഷെ നമ്മൾ അടുത്ത സീനിൽ കാണുന്നത് ഹീറോ വീടിനകത്തിരിക്കുന്നതായിരിക്കും. അവരാണെങ്കിൽ റെഡിയാവാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡൊക്കെ വെച്ചുകൊണ്ടായിരിക്കും ഹീറോയിൻ നിൽക്കുന്നത്. നീ എന്തിനാണ് ഇത് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോൾ റെഡിയാകുമ്പോഴും ഇത് യൂസ് ചെയ്യാറുണ്ടെന്ന് പറയും. എന്നിട്ടാണ് അവൻ ഇടിച്ച ആ ഒരു പാട് അവൻ്റെ മുഖത്ത് കാണുന്നത്. ഓ, ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ നീ ഇടിച്ചതാണെന്ന് നമ്മൾ ഹീറോയിൻ പറയും. നീ അതിന് മരുന്ന് വെച്ചോ എന്ന് ചോദിക്കും. മരുന്നൊന്നും വെച്ചില്ല, നീ ഇടിച്ചതിൽ എനിക്കൊരു വിഷമവും ഇല്ല, എനിക്ക് ഹാപ്പിയാണെന്ന് പറയും. ഓ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മരുന്ന് വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോ ആണെങ്കിൽ അവന് മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാവും. ഞാനിപ്പോൾ ഒരു ലേഡി അല്ലെങ്കിൽ പോലും എന്നെ ഇത്രയും കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അതിനുശേഷമാണെങ്കിൽ ഒരു ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹീറോ. അവളാണെങ്കിൽ അതുപോലെ ചെയ്തിട്ട് ഏതൊക്കെ ഡയറക്ഷനിൽ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ശരി, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ആണെങ്കിൽ അത് മുറിക്കുന്നുണ്ട്. അപ്പം നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഞാൻ ചെയ്തു തരാമെന്ന്.
എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഏതൊക്കെ ഡയറക്ഷനിൽ എങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അതുപോലെ ചെയ്തു കൊടുത്ത് കറക്റ്റ് അത് ഷേവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നു. അതൊക്കെ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ആ ഒരു പ്രസൻസിൽ ഇരിക്കാൻ വേണ്ടി ഒട്ടും പറ്റുന്നുണ്ടായിരിക്കത്തില്ല. പയ്യനായിട്ട് മാറിയാൽ ഭയങ്കര സുന്ദരിയാണല്ലോ എന്ന് ഞാൻ ആലോചിച്ചിട്ട് ഹീറോ ആണെങ്കിൽ ശരി ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ കൈ പിടിച്ചിട്ട് പോവല്ലേ, കുറച്ച് നേരം കൂടെ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന നിനക്ക് സമയമുണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ അവനാണെങ്കിലും ഹീറോയിനെ പോലെ തോന്നുന്നു, അവൻ ഭയങ്കര സന്തോഷം. പക്ഷെ വീണ്ടും അത് പയ്യനായിട്ട് തന്നെ മാറും. പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ അവസാനം നമ്മൾ കാണുന്നത് അവരൊന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതായിരിക്കും. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഹീറോയുടെ ചുണ്ടിൻ്റെ അവിടെ കുറച്ച് ഫുഡാകുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അത് കൈ വെച്ചെടുത്ത് മാറ്റുന്നുണ്ട്. അത് നമ്മുടെ ഹീറോയ്ക്ക് വല്ലാതെ വരുന്നുണ്ട്. അത് ആലോചിച്ചായിരിക്കും അവൻ തിരിച്ച് ഷോപ്പിലോട്ട് വരിക. ആ സമയം ഗ്ലാസ് പോലും കാണാതെ പോയി തലയിടിക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതായത് നിൻ്റെ ഗേൾ ഫ്രണ്ട് പെട്ടെന്ന് ഒരു ദിവസം ബോയ് ആയിട്ട് മാറിയാൽ നീ എന്ത് ചെയ്യുമെന്ന്, നീ എന്ത് പൊട്ടിത്തരാടായി പറയുന്നത്, ഗേൾ ഫ്രണ്ട് ബോയ് ആയിട്ട് മാറാൻ പോകുന്നത് പോലും നടക്കുന്ന വല്ല കാര്യം പറയുമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനാണെങ്കിൽ നമ്മളെ ഹീറോയിനെ ഒരുമാതിരി പറഞ്ഞു വിടും. എന്നിട്ടോ ഞാൻ ശരി പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് പറയും, ശരി എൻ്റെ ഗേൾ ഫ്രണ്ട് എങ്ങാനും ബോയ് ആയിട്ട് മാറിയാൽ ഉറപ്പായിട്ട് ഞാൻ അവനോടൊരു കാര്യം ചോദിക്കും, നീ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ബോയ് ആയിട്ട് മാറിയതെന്ന്. എന്നിട്ട് വേറൊരു കാര്യം കൂടെ ചെയ്യും, അവൻ ബോയ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഗേളാക്കാൻ വേണ്ടിയിട്ട് കിസ് ചെയ്ത് നോക്കും. സംടൈംസ് കിസ് ചെയ്യുമ്പോൾ അവൻ തിരിച്ച് ഗേളായിട്ട് മാറിയാലോ എന്നുള്ളത്. എന്നിട്ട് ആ ഒരു ഡൗട്ട് കാരണം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ വിളിക്കുന്നുണ്ട്, ശരി നീ ഇന്നലെ ബോയ് ആവുന്നതിന് മുന്നേ എന്താ ചെയ്തതെന്ന് ചോദിക്കും. എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ ഇന്നലെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു മുട്ടയിൽ 2 മഞ്ഞ കണ്ടായിരുന്നു. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് ഞാനത് കാണുന്നതെന്ന് പറയും. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഇരിക്കുന്ന സമയത്ത് കൂട്ടുകാരൻ പറഞ്ഞൊരു കാര്യം കൂടെ ഓർമ്മ വരും, കിസ് ചെയ്ത് നോക്കണമെന്നുള്ളത്. ഞാൻ എങ്ങനെ അവനെ കിസ് ചെയ്യും, എനിക്ക് പറ്റത്തില്ല, പക്ഷെ അവനെ വേണ്ടാന്ന് പറയും. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഗേൾ ഫ്രണ്ട് പറഞ്ഞൊരു സെൻറ്റൻസ്, എല്ലാം ലവിന് വേണ്ടിയിട്ടല്ലേ, അതിന് വേണ്ടിയിട്ട് ചെയ്തുകൂടെ എന്നുള്ളത്, അതുകൊണ്ട് തന്നെ എന്തായാലും കിസ് ചെയ്തിട്ട് തന്നെ നോക്കണം എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തോട്ട് എത്തുന്നുണ്ട്. അവിടെ പോയിട്ട് അവനെ ആണെങ്കിൽ നീ എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവനെ കിസ് ചെയ്യുന്ന പോലെ വരുന്നിടത്ത് നമ്മുടെ ഈ ഒരു എപ്പിസോഡോടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി എന്തെല്ലാം നടക്കും എന്നുള്ളത് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.